سيدنا ونبينا محمدا عبد الله ورسوله وصفيه من خلقه وحبيبه اللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സമാദരണീയരായ നേതാക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സർവശക്തനും സർവജ്ഞനും സർവലോക രക്ഷിതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെയും അവനിഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ പറയണ കേൾക്കണില്ലേ? ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കണില്ലേ? സജീർ ഒരു ഉണ്ടല്ലോ, ദുൽദുലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ട്. ഓക്കെ എല്ലാരും ഉണ്ടല്ലോ അല്ലേ? കൊറേ ഐഡിയ കാണുന്നുണ്ട്. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ മതി, കുറച്ചുകളൊക്കെ ഉണ്ടായാൽ മതി. അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങളെയും ശ്രോതാക്കളെയും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഹദീസ് പഠന വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള സർവ്വവിധ സാഹചര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ചു തരുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് രണ്ട് ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. നല്ല ഒരു ക്ലാസ്സിലായിരുന്നു നാം ഉള്ളത്. നമ്മൾ കാണുന്നത് പോലെ ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദിന്റെ വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് തുടരാൻ നമുക്ക് ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് തുടരുകയും ചെയ്യാം. വഅലൈക്കും അസ്സലാം. അമീർ സാഹിബൊക്കെ എത്തിയാലോ? ഓരോരുത്തരില്ല, ഞാൻ അതിന്റെ അഭാവം ഇങ്ങനെ മുഴച്ച് കാണും. ഓക്കെ, ഏതായാലും ശരി. അപ്പൊ അത് വെച്ചു കൊടുക്കണം, റൈറ്റ് വേ. അത് അടുത്ത അതിന്റെ ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിലായിട്ട് നമുക്ക് ആ ക്ലാസ് ഫുള്ളായിട്ട് കേൾപ്പിക്കണം. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കണം. നമ്മൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ വേണം. പിന്നെ ഈ സമയം ഞാനും അത് ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അമീർ സാഹിബൊക്കെ ഉണ്ട് വരും, തുടരെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. PM കൊണ്ട് ഒരു കളിയായിരിക്കും. പിന്നെ തുടങ്ങല്ലേ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക എടുത്തത്. പിന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് അല്പസമയം ഇനി പിന്നെ നമ്മുടെ നമ്മുടെ ഹദീസിന്റെ ക്ലാസ് റൂമും ഹദീസുമായിട്ട് മുന്നോട്ട് പോകാം. അതിനുശേഷം നമുക്ക് മറ്റു പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്യാം. നമ്മൾ ഇന്നലൊക്കെ പറഞ്ഞുകൊണ്ടുവന്നിരുന്നത് MP കടുങ്ങല്ലൂരൊക്കെ ഒന്നും ഉണ്ട് ക്ലാസ് റൂമിൽ. അൽഹംദുലില്ലാഹ് നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ സജീവമായിട്ട് എല്ലാ സമയവും അവരുടെ സാന്നിധ്യമുണ്ട് എന്നറിയുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും റേഡിയോ വഴിയൊക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകൾക്കുണ്ട്. എല്ലാവർക്കും ക്ലാസ് റൂമിന് വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ഇന്നലെയൊക്കെ പ്രതിപാദിച്ചിരുന്നത് നമ്മുടെ സ്വഭാവ സംസ്കരണത്തിലെ പ്രധാന ഭാഗമായ സൽസ്വഭാവികളാവുക എന്നതിനെ സംബന്ധിച്ചായിരുന്നു.
സൽസ്വഭാവികളാവുക. അതിന്റെ ഏതാണ്ട് ചെറിയ ഭാഗങ്ങളാണ് എന്താണ് സൽസ്വഭാവം എന്നും, ആ സൽസ്വഭാവിയായി തീർന്നാൽ പിന്നീട് അവന്റെ ജീവിതം എങ്ങനെയാവും വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. ഒരാള് സൽസ്വഭാവിയായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിന്നീട് അവന് മറ്റൊരു കാര്യങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കേണ്ടതല്ല. അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, പെരുമാറ്റങ്ങൾ ഒക്കെ മാത്രമേ അവനിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു സൽസ്വഭാവിയായി തീരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയവും കാര്യവും എന്ന് നമ്മൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ ലോകത്ത് മാത്രമല്ല, നാളെ പാരത്രികമായ ലോകത്ത് ചെന്നാലും സൽസ്വഭാവത്തിനോളം നേട്ടം നമുക്ക് മറ്റൊന്നും തന്നെ ഉണ്ടാക്കി തരികയില്ല എന്നും ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇത്തരം ഹദീസുകളൊക്കെ ഒരുപാട് തവണ നാം വിവിധ തലങ്ങളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന് പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്, നമുക്കൊക്കെ വെള്ളം പോലെ അറിയുന്നവരുമാണ്. എന്നാലും വിഷയത്തിനോട് ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരാമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ കേൾക്കുന്ന അധിക ആളുകൾ, ഒരുപാട് ഉസ്താദന്മാരുണ്ട്, നമ്മുടെ പ്രവർത്തകന്മാരാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം മുതലേ ഇത്തരം ഇസ്ലാമിക വേദികളുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്നവരാണ്, അടുപ്പമുള്ളവരാണ്. അതുകൊണ്ട് അവർ പലപ്പോഴും നമ്മളൊക്കെ ഇത് കേട്ടിരിക്കും. എന്നാൽ പോലും ഞാനിത് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അത്തരം ഹദീസുകളും പിന്നീട് ഹദീസൊക്കെ ആവുമ്പോൾ അതിന്റെ ക്വാളിറ്റി, അതിന്റെ മൂല്യം ഒരു കാലത്തും അത് നഷ്ടപ്പെടുകയില്ലല്ലോ. എത്രയൊക്കെ പ്രാവശ്യം നാം കേട്ടാലും അതിന്റെ മൂല്യം നഷ്ടപ്പെടുക എന്ന ഒരു സംഭവമേ ഉണ്ടാകുന്നില്ല. ഖിയാമത്ത് നാൾ വരെ അത് വളരെ ഉഷാറായിട്ട് തന്നെ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. ഒരിക്കലും അതിന്റെ അന്നത്തെ മൂല്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്ന സാഹചര്യത്തിൽ നിന്ന് അന്ന് എത്രമാത്രം അതിന് മൂല്യമുണ്ടായിരുന്നോ ആ മൂല്യം വർദ്ധിച്ചു വരിക എന്നല്ലാതെ ഒരിക്കലും അതിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയില്ല. ഏതെങ്കിലും ഒരു നേതാവിന്റെ പ്രസ്താവന പോലല്ലത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനങ്ങൾ വന്യരായ സ്വഹാബാ കിറാമിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോടാണ് സംബോധനം ചെയ്യുന്നതെങ്കിൽ പോലും അക്കാലത്ത് എത്രമാത്രം അത് ഫലപ്രദമാണോ, എത്രമാത്രം മൂല്യം ഉള്ള പ്രഖ്യാപനമാണോ അതിനേക്കാൾ അതിന്റെ മൂല്യം വർദ്ധിച്ചു വരിക എന്നല്ലാതെ, അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വരിക എന്നല്ലാതെ, അതിന്റെ പ്രാധാന്യം കൂടിക്കൂടി വരിക എന്നല്ലാതെ ഒരിക്കലും അതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുകയില്ല. ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രാധാന്യം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു, ഉയർന്നുകൊണ്ടേയിരിക്കും. നോക്കൂ, ഒരു ഹദീസിലൂടെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ ഷൈഇൻ അസ്ഖല ഫീ മീസാനിൽ അബ്ദിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുലുഖി വ ഇന്നല്ലാഹ യുബ്ഗിദുൽ ഫാഹിഷൽ ബദിയ. ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സത്യവിശ്വാസിയുടെ മീസാൻ, അബ്ദായ മുഅ്മിനായ അബ്ദ്, അവിടെ അബ്ദ് എന്നതിന് മുഅ്മിൻ എന്നൊരു വിശേഷണം കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എന്താ അവിടെ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല്, മുഅ്മിനല്ലാത്ത ഒരാളുടെ അമലുകൾ തൂക്കേണ്ട വിഷയം തന്നെ വരുന്നില്ല. നാളെ പാരത്രികമായ ലോകത്ത് ഖിയാമത്ത് നാളിൽ ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങൾ തൂക്കും. എന്നിട്ട് നന്മ കൂടുതലുള്ള ആളുകളെ സ്വർഗത്തിലേക്കും തിന്മയുടെ ഭാഗം മുൻതൂക്കം വരുന്ന ആളുകളെ നരകത്തിലേക്കും പറഞ്ഞയക്കേണ്ട ഒരു ചുറ്റുപാടുണ്ടാവുമല്ലോ. ആ സമയത്ത് മുഅ്മിനായ അടിമയുടെ അമലിനെ കുറിച്ചും മാത്രമേ അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ വരുന്നുള്ളൂ.
അല്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ അമലുകൾ തൂക്കുക എന്ന് പറയുന്നത് അതിന്റെ തോതൊന്നും നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായി വിശ്വാസമില്ലാതിരുന്ന ഒരാള് അവരിനി എന്തൊക്കെ നന്മകൾ താൽക്കാലികമായി ദുനിയാവിൽ വെച്ച് നന്മ എന്നതിന് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവൻ പ്രവർത്തിച്ചാൽ പോലും അതൊന്നും ഒരു വെയിറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അത് തൂക്കേണ്ട പ്രശ്നം തന്നെ വരുന്നില്ല. അവിടെ തോത് നോക്കുന്നത്, അളന്നു നോക്കുന്നത്, പിന്നെ കൃത്യമായി തൂക്കി നോക്കുന്നത് സത്യവിശ്വാസികളുടേത് മാത്രമാണ്. മറ്റുള്ളവരുടേത് തൂക്കി നോക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വിഷയം അവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കുകൊണ്ട് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഅ്മിനായ ഒരു അടിമയുടെ മീസാനിൽ, അവന്റെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്നത്, ഈ തുലാസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയുള്ളതാണ് എന്നൊക്കെ നമ്മൾ വൈബിയായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. നമ്മൾ അമലാണ് തൂക്കുന്നത്. ആ തുലാസ് എങ്ങനെയുള്ളതായിരിക്കും അത് തൂക്കുന്ന സാധനം? നമ്മളിവിടെ പല സൈസ് തൂക്കണ ഇതും കണ്ടിട്ടുണ്ട്. പൊന്ന് തൂക്കണുണ്ട്, വണ്ടികളെ തൂക്കുന്ന വലിയ വലിയതുണ്ട്. ഏത് രീതിയിലാണ് ഇത് പെടുത്തുക? അമലുകളാവുമല്ലോ. ആ അമലുകൾ ഏതർത്ഥത്തിലാണ് തൂക്കേണ്ടത്? ഇതൊന്നും നമ്മളുടെ ഒരു പക്ഷേ നമ്മുടെ കേവലം ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നതിന്റെ അപ്പുറത്തുള്ളതായിരിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാരമുണ്ടാവും എന്ന് പറഞ്ഞാൽ, മീസാനിൽ ഖനം തൂങ്ങും എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആ മീസാനിനെ കുറിച്ച് വിശ്വസിച്ചേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് വമൻ സഖലത് മവാസീനുഹു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ അതുകൊണ്ട് തന്നെ അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഓക്കെ, സാറില്ല. ഞാനും വിചാരിച്ച എന്താ ഇപ്പൊ നമ്മളെ ദുൽദുല് പറ്റിയത് ആയിട്ട് അടിച്ചു വരാത്ത എന്താന്ന് വിചാരിച്ച്. അപ്പൊ സൈറ്റ് കിട്ടണില്ല എന്നാ പറഞ്ഞത്. സാറില്ല, ഇൻഷാ അല്ലാഹ് ശ്രമിച്ചു നോക്കാം നമുക്ക്. ഏതായാലും ശരി, ആ മീസാനിൽ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ആ മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം ഉണ്ടാവുക മിൻ ഹുസ്നിൽ ഖുലുഖി, സൽ സ്വഭാവത്തെക്കാൾ കൂടുതൽ ഭാരം മറ്റൊന്നിനും ഉണ്ടാവുകയില്ല. ഒരുപാട് അമലുണ്ട് മനുഷ്യന് ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. ആ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മീസാനിൽ ഭാരം ഉണ്ടാകുക, പക്ഷെ ദുനിയാവിൽ ഒരു പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ഉണ്ടായിരിക്കാം. മീസാനിൽ ഏറ്റവും ഭാരമുണ്ടാകുക സൽ സ്വഭാവത്തിനാണ് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അറിയിക്കുകയാണ്. എന്തായി പറഞ്ഞതിന്റെ താല്പര്യം? സൽ സ്വഭാവം ഇവിടെ നിന്ന് മാത്രമല്ല നമുക്കത് ഉപകാരം ചെയ്യുക. ഒരാൾ സൽ സ്വഭാവമായിട്ടുണ്ടെങ്കിൽ ആ സൽ സ്വഭാവം എന്ന് പറഞ്ഞത് അത് പിന്നെ ഇങ്ങോട്ട് എന്താകാൻ പിന്നെ അത് നമുക്ക് പിന്നെ എന്താ പറയാ, അതിങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സൽസ്വഭാവം എന്ന് പറയുന്ന ഒരു കാര്യം അതിനാലുണ്ടായിത്തീരുന്ന പ്രവർത്തനങ്ങളല്ലാതെ വാക്കുകളല്ലാതെ അങ്ങനത്തെ ഒരു വസ്തുത പുറത്ത് കാണാൻ പറ്റൂല്ലോ. അത് കാണാൻ പറ്റൂല. ഒരാൾ സൽസ്വഭാവിയാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിനർത്ഥം എന്താ? ആ സൽസ്വഭാവം അത് സംബന്ധിയായി അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ അവന്റെ ഭാഗത്തുനിന്നുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത്. അതിന് പ്രേരിപ്പിക്കുന്ന ചേതോ വികാരമാണ് സത്യത്തിൽ ഈ സൽസ്വഭാവം എന്നുള്ളത്. അത് മനസ്സിന്റെ ഒരു ഘടകമാണ്. മനുഷ്യന്റെ മനസ്സിലാണ് ആ സൽസ്വഭാവം ഉണ്ടായിത്തീരുന്നത്. അതിൽ നിന്ന് അത് പ്രകടിപ്പിക്കുന്നത് ഉണ്ട് എന്ന് നമ്മെ അറിയിപ്പിക്കുന്നത് നല്ല പ്രവർത്തികളാണ്. അപ്പൊ ആ പ്രവർത്തികൾ വേറെ ഉണ്ട്, അതൊക്കെ വേറെ തൂക്കും. അതിനാലുണ്ടായിത്തീരുന്ന നല്ല പെരുമാറ്റങ്ങള്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങളൊക്കെ പറയുക, നന്മകളിൽ ഇടപെടുക, ഇതൊക്കെ ഒരു സൽസ്വഭാവിയാവുമ്പോൾ അവനിൽ നിന്നുണ്ടായിത്തീരുന്നതാണ്. അതൊക്കെ പ്രവർത്തനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ടാവും, വേറെ തൂക്കും. പക്ഷെ ഈ സൽസ്വഭാവം എന്ന് പറയുന്നത് തന്നെ അത് തൂക്കപ്പെടുകയാണ്. അതായിരിക്കും അതിനാലുണ്ടായിത്തീർന്ന മറ്റു സൽ പ്രവർത്തികളെക്കാൾ അവൻ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാക്കുന്നത് ആ സൽസ്വഭാവമായിരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തിൽ അങ്ങനത്തെ ഒരു സാധനം കൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇവന് ഒരു പരോപകാരിയായി മാറിയത്. മറ്റുള്ളവരൊക്കെ അവരെ അഭിനന്ദിക്കേണ്ട, പ്രശംസിക്കേണ്ട ഒരു സംഭവം ഉണ്ടാകുന്നത് ഇവനൊരു സൽസ്വഭാവി ആയതുകൊണ്ടാണ്. അപ്പൊ ആ സൽസ്വഭാവം എന്നുള്ളതിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടതും അതന്നെയാണ് ഏറ്റവും ഭാരം ഉണ്ടാവേണ്ടതും. തുടർന്നുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വ ഇന്നല്ലാഹ യുബ്ഗിദുൽ ഫാഹിഷൽ ബദിയ.
ഏറ്റവും തരം താഴ്ന്ന സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, വല്ലാത്ത സംസാരം, അത് പിന്നെ സഭ്യതരമല്ലാത്ത, സദസ്സിന് യോജിക്കാത്ത നിലക്ക് സംസാരിക്കുന്ന ചില ആളുകളുണ്ടാവും. ഓൻ പറയുന്നത് ചിലപ്പോൾ സത്യമൊക്കെ തന്നെ ആയിരിക്കും, വാസ്തവമൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഓരോ സദസ്സിനും അതിനനുസരിച്ചുള്ള വാക്കുകളാണ് പ്രയോഗിക്കേണ്ടത്, അതിനനുസരിച്ചുള്ള ശരീര ഭാഷയാണ് അവന്റെ ഭാഗത്തുണ്ടാവേണ്ടത്. അല്ലാത്ത രീതിയിൽ വളരെ ചീപ്പായ, വളരെ മോശപ്പെട്ട അങ്ങാടിയിൽ പറയുന്ന വർത്താനം ഉണ്ടാവുമല്ലോ, അങ്ങാടിയിലുള്ള ഒരു സാഹചര്യം വേറെയാണല്ലോ, അവിടെ എന്തും ജാഹിസായുടെ ചുറ്റുപാടാണുള്ളത്. ആ പറയുന്ന അതേ രീതിയിൽ വന്നുകൊണ്ട് ഒരു പള്ളി കമ്മിറ്റിയിൽ പറയാ, ഒരു മദ്രസ കമ്മിറ്റിയിൽ പറയാ, അല്ലെങ്കിൽ ഒരു സംഘടനാ വേദികളിലൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതന്നെയാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ഏറ്റവും വൃത്തികെട്ട, അത് ചിലപ്പോ പിന്നെ വളരെ വഷളത്തരായിട്ടുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ പറയാ. ആ നിലക്ക് പറയുന്നത് ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അവരോട് അള്ളാഹുവിന് വെറുപ്പാണ്, കോപമാണുള്ളത് എന്നുകൂടി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഒരു സൽസ്വഭാവിയായ മനുഷ്യന് അവന്റെ വാക്കുകൾ കടഞ്ഞെടുത്തുകൊണ്ട് മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ. സഭ്യതരമല്ലാത്ത, ഒരു സദസ്സിനോട് യോജിക്കാത്ത, ഒരു വ്യക്തിയോട് യോജിക്കാത്ത ഒരു വാക്കുകളും അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അപ്പൊ മാന്യമായിട്ടായിരിക്കും. അത് പ്രതിപക്ഷാണെങ്കിൽ തന്റെ ശത്രുക്കളാണ് എന്ന് പോലും വിചാരിക്കുക. പ്രാസ്ഥാനികമായ ശത്രുക്കൾ ഉണ്ടാവാം, വ്യക്തിപരമായിട്ട് ശത്രുക്കൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ആളുകളാവാം. അപ്പോൾ ഒരു മാന്യനാണെങ്കിൽ, ഒരു സൽസ്വഭാവിയാണെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സംവാദമാണ് എന്ന് സംശയിക്കുക. അങ്ങനത്തെ പ്രശ്നമാണെങ്കിൽ പോലും അതിൽ മാന്യമായ നിലപാടായിരിക്കും ഒരു സത്യവിശ്വാസിയായ ഒരു സൽ സ്വഭാവിയിൽ നിന്നുണ്ടാകുക. അവൻ പിന്നെ എന്റെ ശത്രുവാണ് എന്ന് വിചാരിച്ചിട്ട് അവനോട് മോശമായ രീതിയിൽ പെരുമാറുക, മോശമായ വാക്കുകൾ പറയുക, ഇതൊന്നും ഒരു സത്യവിശ്വാസിയായ സൽസ്വഭാവിയിൽ നിന്ന് ഉണ്ടാവുകയില്ല. അങ്ങനെ പറയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ഇല്ല എന്ന് ഈ ഹദീസിൽ നിന്ന് ഒരുപാട് പരത്തി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണിത്. വളരെ ഗൗരവത്തോടുകൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ചില ആളുകൾ പിന്നെ പല സംവാദങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയാലോ, അത് ഒരിക്കലും ആ സദസ്സിനോട് യോജിച്ചതല്ല എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. കേൾക്കുന്ന ആളുകളൊക്കെ പറയാ അവിടെ അത് പ്രയോഗിക്കാൻ പാടില്ലല്ലോ, അവിടെ അദ്ദേഹം പറഞ്ഞ ഒരു പക്ഷെ സത്യമാവാം, അല്ലെങ്കിൽ എന്നാൽ പോലും ആ പണ്ഡിതന്മാരോട് അങ്ങനെ പറയുന്നത്, ഒരു പണ്ഡിതനല്ലേ, അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യത്തെയെങ്കിലും ബഹുമാനിക്കേണ്ടതല്ലേ, അദ്ദേഹത്തെക്കാൾ പ്രായം ചെന്ന ആളല്ലേ, അദ്ദേഹത്തിന്റെ പ്രായത്തെ ആദരിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് പറയുന്നത്, ഇതൊരു മദ്രസയല്ലേ, ഇതൊരു പള്ളിയല്ലേ, ഈ പള്ളിയിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ സാധാരണഗതിയിൽ നമുക്കൊക്കെ തോന്നിപ്പോകാറുണ്ടല്ലോ ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. അത്തരം വാക്കുകളെ കുറിച്ച് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. തരം താഴ്ന്ന, സദസ്സിനോട് യോജിക്കാത്ത, അത് ചിലപ്പോൾ വേറെ സ്ഥലത്തൊക്കെ യോജിക്കായിരിക്കും ആ പറയല്, അങ്ങനെ ഉണ്ടാവാലോ. പറഞ്ഞത് വേറെ സ്ഥലങ്ങളിൽ അത് യോജിക്കുമായിരിക്കും, പക്ഷെ ഈ സദസ്സിനോട്, ഈ സ്ഥലത്തോട് യോജിക്കാത്ത നിലക്ക് പിന്നെ നമ്മളെ മനഃശാസ്ത്ര വിദഗ്ധന്മാരൊക്കെ പിന്നെ പറയുമ്പോൾ ഒരാളുടെ വ്യക്തിത്വം അളക്കുന്നത് അത്തരം അയാളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. അയാളുടെ വ്യക്തിത്വം എത്രമേൽ ഉയർന്നിട്ടുണ്ട് എന്ന് അവന്റെ വാക്കുകൾ അറിയിക്കാന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയാലോ. അതൊക്കെ തന്നെ ഈ പറഞ്ഞത് ഓരോ സദസ്സിനും ഓരോ സമയത്തിനും യോജിച്ച വാക്കുകളാണ് പ്രയോഗിക്കേണ്ടത്. അല്ലാതെ വരുമ്പോൾ അവൻ ഈ പറഞ്ഞ ഏറ്റവും മോശപ്പെട്ട തരം താഴ്ന്ന സംസാരങ്ങളിലേക്ക് പോകും. അതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതൊരു സൽസ്വഭാവിയിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയാം. മറ്റുള്ളവരെ നമ്മൾ ആക്ഷേപിക്കുകയല്ല, അതിനുപരി നമ്മിൽ നിന്നൊക്കെ അത്തരം പിന്നെ ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഹദീസ് ഓർമ്മ വരണം. ഏത് സദസ്സിൽ നാം ചെല്ലുന്നിരിക്കുമ്പോഴും, ഏത് സദസ്സിൽ നാം സംവദിക്കുമ്പോഴും, ആരോട് നാം സംസാരിക്കുമ്പോഴൊക്കെ ഈ ഹദീസ് നമ്മുടെ ഓർമ്മയിൽ വരണം. എനിക്ക് ഈ സദസ്സിനോട് യോജിച്ച, ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ പിടിച്ചിട്ടിങ്ങോട്ട് പരമാവധി അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തും. എന്നാൽ പോലും ആ സദസ്സിനോട്, ആ വ്യക്തിയോട്, ആ സമയത്തോട്, ആ സ്ഥലത്തോടൊക്കെ യോജിച്ച രീതിയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മളൊരു സൽസ്വഭാവിയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇതൊക്കെ നമ്മെ അറിയിക്കുന്നത്. ഇനിയും നോക്കൂ. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അക്തരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന
قال التقوى الله وحسن الخلق وسئل عن أكثر ما يدخل الناس النار فقال الفم والفرج. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏതോ ഒരു സ്വഹാബിയുടെ പേര് ഇവിടെ പറയുന്നില്ല, ഏതായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കപ്പെട്ടു. നബിയോട് ആ ഒരു സ്വഹാബി ചോദിച്ചു, എന്താ ചോദിക്കുന്നത്? അൻ അക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന, ജനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും മുഖ്യ ഘടകം എന്താണ് എന്ന്. ഒരാളെ പലതുകൊണ്ടും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. സ്വർഗീയ പ്രവേശനാനുമതി ലഭിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കടക്കും. എന്നാൽ കൂടുതലും ഒരാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാര്യം എന്താണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്യരായ സ്വഹാബാ കിറാം ചോദിച്ചു. അവരുടെ ആവേശമാണ് അത് കാണിക്കുന്നത്. സുന്നിസൊക്കെ വന്നുകണില്ലേ? ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ആവട്ടെ. ഇത് കഴിഞ്ഞാലും സജീവമായ ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലേ. എനിക്ക് ചിലപ്പോൾ രാത്രി ചർച്ചകളൊന്നും കൂടാൻ കഴിയാറില്ല. ഏതായാലും ശരി, ഞാൻ കുറച്ചൊക്കെ സമയം കേട്ടു പിന്നെ പോരലാണ്. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചത്, ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും നല്ല കാര്യം ഏതാണ്, കൂടുതലായിട്ടും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പറഞ്ഞ മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടതാ. എന്താ പറഞ്ഞ മറുപടി? തഖ്വല്ലാഹ്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഒന്നാമത്തെ കാര്യത. രണ്ടാമതായി പറയുന്നത് വഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവമാണ്. മസ്നവി ഉസ്താദിന് കിട്ടിയല്ലോ സൈറ്റ്. ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത് സൽ സ്വഭാവമാണ്. സൽസ്വഭാവിയായിത്തീർന്ന് അതൊക്കെ നമ്മൾ പറയണ എന്താ അറിയുന്ന, അതുപോലെ ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ മറ്റൊരു പര്യായമായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടണം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആള് അത് അവനോട് സൽസ്വഭാവിയുമായി തീർന്നാൽ പിന്നീട് അവനിൽ നിന്ന് എല്ലാ നന്മകളും ഉണ്ടാവും. പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. ഒരാൾ സൽസ്വഭാവിയായിട്ടുണ്ടെങ്കിൽ ബിർറ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി അതാണല്ലോ, സൽസ്വഭാവം ആകുക. അപ്പൊ സൽസ്വഭാവിയായി തീർന്നാൽ പിന്നീട് അവന്റെ സംസ്കാരത്തെക്കുറിച്ച് വേറെ പറയേണ്ടതില്ല. നോമ്പിനെ കുറിച്ചും അവൻ ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായി പിന്നീട് പറയേണ്ടതില്ല. അതൊക്കെ അവന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അല്ലാത്ത സൽസ്വഭാവം ഇസ്ലാമിക ദൃഷ്ട്യ നമുക്ക് അംഗീകരിച്ചുകൂടാ. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നിസ്കരിക്കണില്ലെങ്കിലും നോമ്പ് നോൽക്കണില്ലെങ്കിലും അതിലൊക്കെ പിറകിലാണെങ്കിലും ഓന്റെ സ്വഭാവം നല്ലതാണ് കേട്ടോ, ഭയങ്കര നല്ല സ്വഭാവമാണ്, എല്ലാരോടും നല്ല പെരുമാറ്റം, അങ്ങനെ ചിലരെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് വേണം ഈ ഹദീസിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ സൽസ്വഭാവിയാകുന്ന ഒരാള് ആ സൽസ്വഭാവം കൊണ്ട് രക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ സൽസ്വഭാവത്തിന് അതിൽ നിന്ന് കൊണ്ട് ആ സൽസ്വഭാവം അവനുണ്ടാകുമ്പോൾ തീർച്ചയായും മറ്റു കാര്യങ്ങളൊക്കെ അവനിൽ നിന്നുണ്ടാവണം, ബിൽ ഔല ഉണ്ടാവണം എന്നാണ് ഈ ഹദീസുകൾ നമ്മോട് അറിയിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ട് സൽസ്വഭാവിയായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു. പിന്നീട് ആ സ്വഹാബി ചോദിക്കുന്നത്, നരകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കിടത്തുന്ന കാര്യം എന്താ? നരകത്തിൽ ഒരു മനുഷ്യൻ കിടക്കാൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുന്നവരുണ്ട്. അവരുടെ ശിക്ഷയുടെ കാലാവധി അനുസരിച്ച് മാത്രം നരകത്തിൽ കടന്നിട്ട് പിന്നീട് സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും നരകത്തിലേക്ക് പോകാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവനെ നരകത്തിലേക്ക് എത്തിക്കുന്നത് അൽഫമു വൽ ഫർജു, അവന്റെ നാവ്, വായയും അവന്റെ ഗുഹ്യസ്ഥാനവുമാണ് ഏറ്റവും കൂടുതൽ അവനെ നരകത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനോട് തുല്യമായ മറ്റു ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് അവൻ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് എത്തിക്കുന്നത് അവന്റെ നാവാണ് എന്ന് പറയുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തില് നാവിന് നരകവുമായിട്ടുള്ള ബന്ധം വളരെ കൂടുതലാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതെന്താ? നാവുകൊണ്ട് ആണ് എല്ലാ ഫിത്നയും, എല്ലാ ഫസാദും, എല്ലാ കുഴപ്പങ്ങളുടെയും തുടക്കം ആരെങ്കിലും ഒരാളുടെ നാവായിരിക്കും. അവിടുന്ന് പോരണ അവന്റെ ആ വിഷം, ആ വിഷമാണല്ലോ പിന്നെ അങ്ങോട്ട് പടർന്ന് പന്തലിക്കുകയാണ്. അത് എത്താത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് കുഴപ്പങ്ങള് എന്നാൽ നല്ലതാകാനും അതന്നെ മതി. ഈ നാട് നന്നാകാനും ചിലപ്പോ എന്റെ നാവ് തന്നെ മതിയാവും. പക്ഷേ അധികവും നമ്മൾ കാണുന്നത് ആ നാവ് കൊണ്ടാണ് എല്ലാ കുഴപ്പവും ഇവിടെ ഉണ്ടായിത്തീരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന എത്ര കടുപ്പാണെന്ന് നോക്കൂ, എത്ര വളരെ ശരിയാണ്. നമുക്കെന്നെ നമ്മളെ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഓരോ മനുഷ്യനെയും അവനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നത് ചിലപ്പോ അവന്റെ ചില പ്രഖ്യാപനങ്ങളെ കൊണ്ടായിരിക്കും. ചിലപ്പോ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ അടുത്ത കാലത്തേക്ക് തന്നെ നമ്മൾ ചിന്തിച്ചാല് ചില പ്രയോഗങ്ങൾ അല്ലേ, അത് അവരുടെ മനസ്സാക്ഷി തന്നെ പറയുന്നുണ്ട് അത് തെറ്റായി പോയിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിലും അല്ലാതെയും അവരുടെ മനസ്സാക്ഷി തന്നെ പറയാ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. ആ പറഞ്ഞുകൊണ്ട് ഉണ്ടായിത്തീർന്ന കുഴപ്പങ്ങൾ എന്തൊക്കെ വലിയ വലിയ കുഴപ്പങ്ങൾ അതുകൊണ്ടായിത്തീർന്നില്ലേ എന്നതുപോലെ പലതും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാവ് ഉണ്ടാക്കി തീർക്കുന്ന അനർത്ഥങ്ങൾ ചില്ലറയല്ല, വല്ലാത്ത കുഴപ്പങ്ങളാ. അതുകൊണ്ട് തന്നെ നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചരിത്രത്തെ നമുക്ക് കാണാലോ. വായില് കല്ല് വെച്ച് നടന്നിരുന്നു. എന്താ സംസാരിക്കാതിരിക്കാനേ, വല്ല ആവശ്യം ഉണ്ടാവുമ്പോൾ മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ ആ സംസാരത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പല മഹാന്മാരായ ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അങ്ങനെ സംസാരം കുറക്കുക എന്നുള്ള അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിന് കഴിയുക എന്നുള്ളത് അതൊരു വലിയ നേട്ടമാണ്. ആവശ്യത്തിന് മാത്രം വാ തുറക്കുക. കളവ് പറയാനും മാത്രമല്ല, ചില ആളുകൾ വായ തുറക്കൽ അതിനു വേണ്ടിയ കളവ് പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുക എന്ന് വെച്ചാൽ അവര് പറയുന്നത് മുഴുവൻ കളവായിരിക്കും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. അതും നോക്കി നിങ്ങൾ അങ്ങനത്തെ ഉള്ള അതോ പറഞ്ഞാൽ അത് കുടുങ്ങാണ്. അങ്ങനെ എന്തെങ്കിലും അവര് പറഞ്ഞു എന്നാ പിന്നെ അത് പ്രശ്നമായി മാറുകയാണ്. അത് ഈ സമൂഹത്തിന് പ്രശ്നമാകുന്നു, നാടിന് പ്രശ്നമാകുന്നു, സംഘടനക്ക് പ്രശ്നമാകുന്നു, ഒക്കെ പ്രശ്നമായി മാറുകയാണ്. അങ്ങനെ ഉണ്ടാവും ചിലത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവനെ കൂടുതൽ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതില് വേറെയും ഒരു കാര്യം പറയണ്ട, അവനെ മാത്രമല്ല, അവനാ പറയുന്നത് കൊണ്ട് അത് ശരിയെന്നോ തെറ്റെന്നോ മനസ്സിലാക്കി അതിനെ പിൻപറ്റുന്ന അവരും അങ്ങനെ പെട്ടു. ആ പിൻപറ്റുന്ന ആളുകളെയും നരകത്ത് കൊണ്ടുപോകല്ലേ. അപ്പോ അവര് നരകത്ത് പോകാൻ കാരണമായതെന്താ? ഇവന്റെ നാവാണ്. ഇവന്റെ നാവ് കൊണ്ടാ പറഞ്ഞത് കൊണ്ടാണ് അവരത് കേട്ടതും അത് പിൻപറ്റിയതും അത് വീണ്ടും അവരാവർത്തിക്കാൻ തുടങ്ങിയതും അതിന്റെ പിറകിൽ നിന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ മാത്രമല്ല, അവന്റെ വാക്ക് അംഗീകരിക്കുന്ന, അവന്റെ പ്രഖ്യാപനങ്ങൾ സ്വീകരിക്കുന്ന, അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന അവരൊക്കെയും നരകത്തിലേക്ക് എത്താൻ ഇവന്റെ നാവ് കാരണമായിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ കൂടിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മറ്റൊന്നവന്റെ ഗുഹ്യസ്ഥാനമാണ്. ഇത് നമുക്കറിയാലോ. ആധുനിക ലോകത്ത് അത് സംബന്ധിച്ച് പരത്തി പറയേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ടുണ്ടായിത്തീരുന്ന അനർത്ഥങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തോട് പറഞ്ഞ ഈ രണ്ട് കാര്യവും, അവന്റെ ഗുഹ്യസ്ഥാനവും അവന്റെ നാവുമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ നരകത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നത് വളരെ പകൽ വെളിച്ചം പോലെ നമുക്ക് പ്രകടമായിരിക്കുകയാണ്. അന്ന് ചിലപ്പോൾ അത് അത്ര ബോധ്യപ്പെട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ പ്രസക്തി. ഞാൻ പറഞ്ഞതാണ്, ഈ ചില ഹദീസുകളുടെ പ്രസക്തി ഇങ്ങനെ വർദ്ധിച്ച് അന്നത്തേനേക്കാൾ ഉപരി വീണ്ടും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട്, അതിന്റെ പ്രാധാന്യം ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട്, വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്.
അപ്പൊ അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും നരകത്തിലും സ്വർഗത്തിലും എത്തിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് ആ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് ഈ ഹദീസിൽ നിന്ന് വായിക്കാൻ കഴിയും. ഇതേ താല്പര്യം തന്നെയാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് ഉദ്ധരിക്കുന്ന വൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സ്വായിമിൽ ഖായിമി. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹദി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു, പറയുന്നത് ഞാൻ കേട്ടു. എന്ത്? ഇന്നൽ മുഅ്മിന, ഒരു സത്യവിശ്വാസി, ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി, അവന്റെ സൽ സ്വഭാവം കാരണമായിട്ട് അവന് ലഭിക്കുന്നതാണ് ദറജതസ് സ്വായിമിൽ ഖായിമി, നിത്യവും വ്രതമനുഷ്ഠിക്കുന്ന, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ പ്രതിഫലം സൽ സ്വഭാവം കാരണമായി ആ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കും എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൽ സ്വഭാവിയായി തീരുമ്പോൾ അവനെ കൊണ്ട്, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു പള്ളിയിൽ ഇരുന്നിട്ടൊക്കെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന പകല് മുഴുവൻ നോമ്പായിരിക്കും, രാത്രി മുഴുവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതൊരു വലിയ കാര്യമാണ്, ഒരു വലിയ നേട്ടമാണത്. അവന് പരലോകത്ത് ഒരുപാട് ഗുണം അതുകൊണ്ട് കിട്ടും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായി കാണിക്കുകയല്ലത്, അതിനെ ചെറുതായി ഒന്നും കാണിക്കല്ല, അത് വളരെ നേട്ടം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഒരു വേള നാം ചിന്തിക്കുമ്പോൾ അത് അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിന് അവനങ്ങനെ ഒരുപാട് നിസ്കരിച്ചതുകൊണ്ട്, ഒരുപാട് നോമ്പ് നോറ്റതുകൊണ്ട് അവനിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നല്ലാതെ മറ്റുള്ളവരിലേക്ക് അതിന്റെ ഗുണഫലങ്ങൾ എത്തുന്നില്ല, പൂർണ്ണാർത്ഥത്തിൽ എത്തുന്നില്ലല്ലോ. അത് അവൻ തന്നെയാണല്ലോ നേട്ടം അതുകൊണ്ട് കൂടുതലുണ്ടാകുന്നത്. പക്ഷെ ഒരു സൽസ്വഭാവിയെ സംബന്ധിച്ചിടത്തോളം അതല്ല. അവൻ ഇതൊക്കെ ചെയ്യും, അതിന്റെ പുറമെ അവനിലുള്ള അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അള്ളാഹു അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടി പാസ് ചെയ്യുന്നതോടുകൂടെ, മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുന്നതിനോടുകൂടെ അവൻ ഇരട്ടി ലാഭം കൊയ്യുകയാണ്. അവനെ കൊണ്ട് ഈ സമൂഹത്തിന് ഇരട്ടി നേട്ടങ്ങൾ ഉണ്ടാവുകയാണ്. അതാണ് ഒരു സൽസ്വഭാവിക്ക് ഇവരുടെ പ്രതിഫലം ലഭിക്കും. ഇവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് കിട്ടുന്ന അതേ പ്രതിഫലം തന്നെ ഈ സൽസ്വഭാവിക്ക് ലഭിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ എന്ന് നാം മനസ്സിലാക്കണം. ഏതായാലും ഇനി ഒന്നുകൂടി ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. وأن أبي أمامة الباهلي رضي الله عنه قال رسول الله صلى الله عليه وسلم أنا زعيم ببيت في ربل الجنة لمن ترك المراء وإن كان محقا وببيت في وسط الجنة لمن ترك الكذب وإن كان مازحا وببيت في أعلى الجنة لمن ഹസ്സന ഖുലുഖഹു. വളരെ ഗൗരവമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അന്ന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുകയാണ്, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്, ഞാൻ കൊടുക്കാം എന്ന് വളരെ ശക്തമായി പ്രഖ്യാപിക്കുകയാണ്. ബിബൈത്തിൻ ഫി റബലിൽ ജന്ന, സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശത്ത്, സ്വർഗത്തിന്റെ ചെരുവിൽ ഒരു വീട് കൊടുക്കാം എന്ന് ഞാൻ ജാമ്യം നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? സ്വർഗം എന്നുള്ളത് വരാൻ പോകുന്ന കാര്യമല്ലേ, അത് അള്ളാഹുവിന്റെ അടുത്തുള്ളതല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെ കാലേ കൂട്ടിപ്പോ അനക്ക് സ്വർഗം കിട്ടുന്നും സ്വർഗത്തിന്റെ ഇന്ന ഭാഗത്തൊരു വീടുണ്ട് എന്നൊക്കെ ഒരാളോട് അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ
പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ കഴിവുകൾ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ അംഗീകാരത്തെ കുറിച്ച് വേണ്ടത്ര ബോധ്യമില്ലാത്ത ആളുകളൊക്കെ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ അങ്ങനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊക്കെ ഇത് അങ്ങനെ പറയാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന അതിനർത്ഥം. അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നാം സമ്മതിക്കേണ്ടി വരും. ഒന്നുകിലോ റസൂലുള്ളാഹി പറയുന്നത് വെറുതെ നമ്മളെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും പോലെ ഇങ്ങനെ വെറുതെ പൊള്ളത്തരം പറയാണ് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരൂലേ? അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഒറ്റക്കൊരു കാര്യം തീരുമാനിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും അങ്ങനെ പറയൂല എന്ന് വിശ്വസിക്കുമ്പോൾ, അപ്പൊ പിന്നെ അള്ളാഹു പറയുന്നത് വെറുതെ ഒരാളെങ്ങനെ എന്താക്കാ, നമ്മൾ പറയല്ലോ കുട്ടികളെ പേടിപ്പിക്കുന്നത് പോലെ അങ്ങനെ പറയാൻ വേണ്ടി ഒരു പേടിപ്പിക്കലാണോ അല്ലെങ്കിൽ ഒരു പ്രചോദനം മാത്രമായിട്ട് ഇത് അവശേഷിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയം വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്തിയിട്ടുണ്ട്, അത്രമേൽ അധികാരം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നിനക്ക് സ്വർഗത്തിൽ ഇന്നത് ലഭിക്കും എന്ന് വ്യക്തികളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സമൂഹത്തിനോട് പറയുന്ന വാക്കാണെങ്കിൽ ചില വ്യക്തികളോട് തന്നെ നീ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ആ വ്യക്തിയുടെ അലിഫ് മുതൽ യാ വരെ ഇന്നതൊക്കെയാണ് സംഭവിക്കുക എന്ന് കാലേ കൂട്ടി മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയും. അതവരുടെ മുഖത്തു നോക്കി അവരുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രവചിക്കാൻ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയുമായിരുന്നു. അതിനുള്ള കഴിവ് പടച്ച റബ്ബ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഒരാൾക്കൊരു കഴിവ് കൊടുത്താൽ അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ ലോകത്ത് മറ്റൊരാൾക്കും അധികാരമില്ല. കാരണം അല്ലാഹുവാണ് റഹ്മാനായ തമ്പുരാൻ, അവൻ ജബ്ബാറാണ്, മലിക്കുൽ ജബ്ബാറാണ്. ആ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു ആർക്കെന്തു കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ അതിനെ ചോദ്യം ചെയ്യ സാധ്യമല്ല, ഒരാൾക്കും അതിന് അവകാശമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ കാര്യം പൂർണ്ണമായി അംഗീകരിക്കലാണ് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത എന്ന് ഇടക്ക് വെച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും സ്വർഗത്തിന്റെ ഒരു ചെരുവിൽ നിനക്കൊരു ഒരു വിഭാഗം ആളുകൾക്ക് ഒരു വീട് കൊണ്ട് ഞാൻ ഓഫർ ചെയ്യുകയാണ്, നൽകാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുകയാണ്. ആർക്കാണെന്നറിയാമോ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിക്കൻ. തർക്കങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അവൻ സത്യത്തിന്റെ പാതയിലാണെങ്കിൽ പോലും, അവന്റെ വാദം സത്യമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് തിരിയണമെന്നൊന്നുമില്ല. പക്ഷെ അവൻ വരുന്നത് തർക്കിക്കാൻ വേണ്ടി മാത്രമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ആ തർക്കം ഉപേക്ഷിക്കുന്ന ആള് അവൻ സത്യമാണ് എന്ന് 100% അവൻ ഉറപ്പാണ്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ വാദിക്കുന്നത് 100% സത്യമാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ തന്നെ മറുഭാഗം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതല്ലെങ്കിൽ അവർ സംവാദത്തിന് വരുന്നത് അത് സത്യം മനസ്സിലാക്കാനല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഗുണമില്ല. അങ്ങനത്തെ സമയത്താണ് ഈ പറയുന്നത് കേട്ടോ. മറ്റുള്ളവർക്ക് സത്യം ബോധ്യപ്പെടാൻ വേണ്ടി സംവാദങ്ങൾ കുഴപ്പമില്ല, മഹാന്മാരായ ആളുകളൊക്കെ നടത്തിയ നമുക്കറിയാലോ. ഞാൻ ആ വിഷയമല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരാളുമായിട്ട് തർക്കിക്കുന്ന ആളുകൾക്ക് അവന് തർക്കിച്ച് ജയിക്കണം എന്നല്ലാതെ സത്യം മനസ്സിലാക്കി അത് പിൻപറ്റണം എന്നുള്ള ഒരു ഉദ്ദേശവുമില്ല. എന്നാൽ അങ്ങനത്തോനോട് തർക്കിക്കാൻ പോണ്ട, ആ തർക്കം ഉപേക്ഷിക്കലാണ് നല്ലത്. അങ്ങനെ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഉപേക്ഷിക്കലാണ് നല്ലത് എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ അതിന്റെ പ്രാന്തപ്രദേശത്ത് ഒരു വീട് നൽകാം എന്ന് ഞാൻ ജാമ്യം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അവനൊരു വീട് നമുക്ക് നൽകാം എന്ന് മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും അത് ചിന്തിക്കേണ്ടതാണ്. ഒരാളുടെ അത് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, അവനീ പറയുന്നത് വെറും തർക്കിക്കാൻ വേണ്ടി മാത്രമാണ്, ആളെ സ്വീപ്പാക്കാൻ വേണ്ടി മാത്രമാണ്. സത്യം തിരിയണം എന്ന ഒരു
ഒരു കരുത്തും അവനില്ല, ഒരു ഉദ്ദേശവും അവനില്ല എന്ന് കണ്ടാൽ പിന്നെ ചിലതുണ്ടാവും. അവന് സത്യത്തിന് ആളുകളെ വിശ്വാസാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നിർവാഹം ഉണ്ടാവില്ല. നമുക്കതിന്റെ സത്യം വെളിവാക്കി കൊടുക്കേണ്ടി വരും. ആ രംഗത്തൊന്നല്ല ഈ പറയണത് കേട്ടോ. അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് വെറുതെ തർക്കിക്കാൻ വരും. ചില ആളുകൾക്ക് അങ്ങനെ എന്തു പറഞ്ഞാലും തർക്കിക്കുക, അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. ഏത് കാര്യമാണ്, ചില യോഗത്തിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ചില ആളുകളെ നമുക്ക് പ്രത്യേകം കാണാൻ. നല്ല ഉഷാറന്മാരായിരിക്കും അവരൊക്കെ. നമ്മളെ അവരൊന്നും ചെറുതാക്കി കാണിക്കുന്നൊന്നുമില്ല. എന്തൊരു കാര്യം പറയുകയാണെങ്കിലും അതിനൊക്കെ തട്ടുത്തരം പറയാ. എത്ര നല്ലൊരു വിഷയമാണെങ്കിലും ശരി, ഒരാൾ പറയാൻ വിചാരിച്ചാൽ പറയാൻ പറ്റുമല്ലോ. അത് അങ്ങനെ പറയാൻ വെച്ചാൽ അതിനും തട്ടുത്തരം പറയും. അതിപ്പോ പറ്റൂല, ഒറ്റയടിക്കാണ്ട് പറയും അതിപ്പോ പറ്റൂല എന്നാണ്ട് പറയും. എന്താ പറ്റൂല, അതിന് കാരണമൊന്നും വേണ്ട, ഓനാണ്ട് പറ്റൂല എന്ന് പറയുന്നേ. അപ്പൊ ഓൻ ചിലപ്പോ ഒരു വലിയ ആളൊക്കെ ഇക്കാരം ഓനാണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ സദസ്സാകെ പറ്റൂല എന്നുള്ളിടത്താവും. ഇപ്പൊ തീരുമാനിച്ചതോ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവിടെ തീരുമാനിക്കാൻ പോകേണ്ടത്. പക്ഷെ ഓൻ ആദ്യം അങ്ങോട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞേ അതൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട, ഇപ്പൊ അതിനേക്കാളും വലിയ കാര്യമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകാണ്ട് 4 വർത്താനം അങ്ങോട്ട് പറയുമ്പോൾ വെറുതെ തർക്കിച്ച ഓനക്കറിയാം അത് ആവശ്യമാണെന്നൊക്കെ. പക്ഷെ അത് മറ്റുള്ളവരൊക്കെ അങ്ങ് ഏറ്റു പറയും. അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യം അപ്പൊ അവിടെ മുടങ്ങും. ഒരുപാട് സംഭവങ്ങൾ ആ വിഷയവുമായിട്ട് പറയാൻ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളൊക്കെ സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളുകളാണ്. അത്തരം വ്യക്തികളുടെ ഒക്കെ ഫോട്ടോ ഇപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ടാവും. വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല. ഏത് നന്മയ്ക്കും എതിര് നിൽക്കുക എന്ന് മാത്രമേ അവന് ഉദ്ദേശം ഉണ്ടാവുള്ളൂ. അത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും ചെയ്യും. ചില മഹല്ലുകളിലൊക്കെ ഉണ്ടാവും അങ്ങനെ. ഒരു കമ്മിറ്റിയിലൊക്കെ ഓൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഓൻ എന്തെങ്കിലും എന്തെങ്കിലും കമ്മിറ്റി ഇപ്പോൾ ഒരു കാര്യം നടപ്പാക്കാൻ ഉദ്ദേശിച്ചാല്, ഇപ്പൊ റമദാൻ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഇപ്പൊ പരിശുദ്ധ റമദാനൊക്കെ വരുന്നത് എല്ലാ ദിവസവും നമുക്ക് പള്ളിയിൽ വെച്ച് നോമ്പുറ കൊടുക്കാം. എല്ലാവരും മഗ്‌രിബിന് അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് അവിടെ വെച്ച് നല്ലൊരു വിപുലമായ നോമ്പുറൊക്കെ ആയിട്ട് നോമ്പ് തുറക്കൽ എല്ലാവർക്കും പള്ളിയിലാക്കാം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുമാണല്ലോ കൂട്ടായ തീരുമാനമല്ലേ, എല്ലാവരുടെയും സഹകരണവും സഹായമൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ അവരെ വിളിച്ചു, യോഗം കൂടാണ്. അപ്പൊ ആദ്യം വരാണ്ടിരിച്ച് അതൊന്നും ഇവിടെ വേണ്ട, ആ പള്ളിയിൽ ഇപ്പൊ തന്നെ പള്ളി വൃത്തികേടാണ്, ഇനി കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ആ പള്ളിയിൽ അവിടെ കച്ചറാവും ഇവിടെ കച്ചറാവും, അതുകൊണ്ട് അതൊന്നും വേണ്ട, എല്ലാവരും വീട്ടിൽ തന്നെ നോമ്പറന്നോട്ടെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. പിന്നെ അപ്പൊ അതങ്ങട്ട് അയാള് പറയുമ്പോ അയാൾ ആ നാട്ടിലൊരു പ്രമാണിയാവും. ചങ്ങായിക്ക് പിന്നെ ചുരുക്കത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം? അദ്ദേഹത്തിന് ചുരുക്കത്തിൽ പള്ളിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നോമ്പിന്റെ അടുത്ത് കൂടെ തന്നെ പോയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നോമ്പ് തുറക്കാൻ വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനും വരണ്ട, അങ്ങനത്തെ ഒരു നല്ല കാര്യം ഇവിടെ നടക്കേ വേണ്ട, അദ്ദേഹം അത് പറ്റൂല എന്നാണ്ട് പറഞ്ഞാല് അപ്പൊ എല്ലാവരും അത് ഏറ്റവും ശരി തന്നെയാണ്. കുട്ടികളൊക്കെ പാടെ വരും, പിന്നെ അവിടെ പിന്നെ കച്ചറയാവും, അവിടെ വൃത്തികേടാവും, പിന്നെ നമ്മൾ ഇഷാക്ക് വരുമ്പോഴത്തേനാകെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വേണ്ട. നല്ലൊരു കാര്യത്തിന് അപ്പൊ തർക്കിക്കുക എന്നല്ലാതെ അപ്പൊ ഞാൻ അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ന്യായങ്ങളും കൊണ്ടുവന്നിട്ട് തർക്കിച്ചതുണ്ട് ഇല്ലാതാക്കി കളയും എന്നതുപോലെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ തർക്കങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ചിലപ്പോ ഇതിപ്പോ സത്യത്തിനെതിരായിട്ട് നിൽക്കുകയാണ് അവന്. ഇനി സത്യത്തിനായിട്ടാണെങ്കിലും ശരി തർക്കിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും. നമുക്കറിയാലോ, അപ്പൊ നമ്മളുടെ അംഗീകരിച്ച് വിശ്വസിച്ച് പോരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. ഞാൻ ആലോചിച്ചു പോകാറുണ്ട് ഈ പിന്നെ നമ്മുടെ ചില ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ കേൾക്കണ അന്ന് മുതൽ, ഒരുപാട് കാലമായിട്ട് ഇത് കേൾക്കണ്ടല്ലോ, അന്ന് മുതൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അന്ന് മുതലേ ചോദിക്കുന്നത് എത്രയോ വട്ടം നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ അതിന് വളരെ വ്യക്തമായ ഏത് ചെറിയ കുട്ടികൾക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മറുപടി കൊടുത്തു. എന്നാലും കാണാം പിന്നെ അതന്നെ ചോദിക്കുന്നത്. അപ്പൊ എന്താ സംഭവം? അവർക്ക് മനസ്സിലാകാനോ സതുദ്ദേശമില്ല എന്ന് വളരെ വ്യക്തമാണ് അവിടെ സതുദ്ദേശമില്ല എന്ന്. എന്നാലും കാണാം അതന്നെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് നമ്മളെ അബ്ദുള്ള തോട്ടക്കാട് എഴുതി. എത്ര പ്രാവശ്യം നമ്മളതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, നമ്മളതിന് മറുപടി പറഞ്ഞില്ലേ. അദ്ദേഹം തന്നെ അത് പിന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് അതിന്റെ ക്ലിപ്പിംഗ് സഹിതം അദ്ദേഹം കഴിഞ്ഞ പിന്നെ ഒളവട്ടൂരിൽ അതിലൊക്കെ ഞാൻ കേൾക്കുകയുണ്ടായി. ഞാൻ അന്നാണ് അത് ആദ്യമായിട്ട് കേട്ടത്. ഏതായാലും ശരി, അതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത പിന്നെയും ആണ് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ പിന്നെയും പറഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് തർക്കിക്കലേ ഉദ്ദേശമുള്ളൂ എന്നർത്ഥം.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ പറയുന്നത് അവിടെ സത്യമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ ഉസ്താദുമാരൊക്കെ, ഞാൻ അവരെ ഇതാക്കി അത് ചെറുതാക്കുകയല്ല, അവരിങ്ങനെ ഇതിന് മറുപടി പറഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെടല്ല, അവരിങ്ങനെ പിന്നെയും പറയാണല്ലോ. എത്ര വട്ടം പറഞ്ഞിട്ടു ഈറ്റങ്ങ എങ്ങനെയും തിരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്, എങ്ങനെയെങ്കിലും ഒന്ന് മടങ്ങി വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഈ പറയണത്. ഇനി അവിടെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം, അങ്ങനെ പറയുന്നത് കൊണ്ട് അവരല്ലാത്ത മറ്റു പലർക്കും വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതും കൂടി ചിന്തിക്കണം. അവരങ്ങനെ ചോദിക്കുന്നത് പിന്നെ അൽഹംദുലില്ലാഹ് അങ്ങനെ ചോദിച്ചതുകൊണ്ട് വളരെ മറ്റുള്ള പലർക്കും ആ കാര്യം അവരിലൂടെ അവർക്ക് മറുപടി പറയുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും ശരി, അങ്ങനെ വിളിക്കുക. അപ്പൊ ഇവിടുന്ന് പറഞ്ഞ മറുപടി എന്താ പറയുക, ഞങ്ങൾ അവിടെ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. എവിടെ? ദിബേ നാളെ ഇറങ്ങിയിട്ടില്ല, നമ്മളവരൊക്കെ കൂടെ ഉണ്ട്. ദിബേ നാളെ ഇറങ്ങിയിട്ടില്ല. ആള് പറയുന്നത് ഇപ്പൊ എന്താണ്, ഞങ്ങൾ ഇവിടെ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. എന്നാ അവരെ സമാധാനിപ്പിക്കലാണ്. അയാൾക്ക് വലിയൊരു ഉദ്ദേശം ഉണ്ടാവും അയാളെ സമാധാനിപ്പിക്കാന്ന്. പക്ഷെ ഇത് പച്ച പൊള്ളാട് പറയുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അതുപോലെ മക്കളോട് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്, ഏതെങ്കിലും പിന്നെ എവിടെങ്കിലും ദുബായിക്ക് പോകുക എന്ന് സങ്കല്പിക്കുക. അപ്പൊ ദുബായിക്ക് പോവുക എന്ന് പറയുമ്പോൾ ഏതായാലും മക്കൾ ഒപ്പം കൂടിയെങ്കിൽ അത് നമ്മളെ യാത്രക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം മക്കള് ഒരിക്കലും വരാൻ സാധ്യത ഇല്ലാത്തൊരു സ്ഥലം പറയാം, അപ്പൊ പള്ളിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം മക്കളെ എടുത്തുകൊണ്ട് കഴിച്ചിലാവണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയും. അങ്ങനെ ആ കളവ് പറയുന്നത് തമാശക്കായിരിക്കും ഇപ്പൊ പറയുന്നത്. നമ്മൾ തമാശക്ക് അങ്ങനെ തമാശയുടെ ലോകമാണല്ലോ ഇപ്പോൾ ഉള്ളത്. എവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും കോമഡികൾ, തമാശകൾ, അതിന്റെ ലോകമാണല്ലോ. എല്ലാം കളവല്ലേ പറയണത്. അപ്പൊ എന്താ, അത് കാണുന്ന അത് കേൾക്കുന്ന ഒരാളെ സത്യത്തിൽ അവർ കളവിന്റെ ലോകത്തേക്ക്, അത് പറയുന്നതൊന്നും അത്ര വലിയ തെറ്റായ കാര്യമല്ല. ചില പ്രസ്ഥാനങ്ങൾ പോലും പറയുന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ളതാണെങ്കിൽ കളവാവാം. ചില മതത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ആളുകൾ തന്നെ പറയുന്നതാ. കളവ് എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ നിർവചനം, കളവിന്റെ നിർവചനം, മറ്റൊരാൾക്ക് അതെന്താവാൻ പാടില്ല, അവൻ പറയുന്നതുകൊണ്ട് ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല
വല്ലാത്ത രീതിയിലുള്ളതൊക്കെയാണ് വെച്ചാൽ പറയാം, അല്ലാത്ത രീതിയിലുള്ളതൊക്കെ പറയാം. അങ്ങനെ നമ്മൾ പിന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താ കളവ് പറഞ്ഞ സാധനം ഉണ്ടാവുമോ? ഏതായാലും ശരി, അങ്ങനെ കളവ് പറയുന്നത് നീ ഉപേക്ഷിച്ചാൽ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കളവ് പറയുന്നത് നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ തന്നെ ഒരു മനോഹരമായ വീട് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയൊക്കെയാണെങ്കിലും ശരി, പരമാവധി നമ്മുടെ ജീവിതത്തിൽ കളവ് വരാതിരിക്കാനുള്ള കഠിനമായ ശ്രമം നാം ഉണ്ടാവണം. അതുകൊണ്ട് എന്താ കിട്ടുക? അങ്ങനെ തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും കളവ് പറഞ്ഞിട്ട് എന്താ കിട്ടണത്? ഒന്നും കിട്ടൂല. ചിലപ്പോൾ 4 ആൾക്കാർ കൂടി ഒന്ന് ചിരിച്ചു വയ്ക്കും, അതിനെക്കാളും കൂടുതൽ എന്താ ഉണ്ടാകുക? ഒന്നും ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. മൂന്നാമതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വബിബൈത്തിൻ ഫീ അഅലൽ ജന്നതി ലിമൻ ഹസ്സന ഖുൽഖഹു. മൂന്നാമതായി പറഞ്ഞു, സ്വർഗത്തിന്റെ അത്യുന്നതത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഞാനൊരു വീട് ജാമ്യം നിൽക്കുന്നു. ആ ഒരാളുടെ സ്വഭാവം നന്നാക്കുന്നവന്, സൽ സ്വഭാവിയായ ഒരാൾക്ക് ഇതിന്റെയൊക്കെ പുറമെ അവന്റെ സ്വഭാവം സംശുദ്ധമായിട്ടുണ്ട്, പൂർണ്ണമായിട്ടും അവന്റെ ഹൃദയത്തെ അവൻ സംസ്കരിച്ചെടുത്തിട്ടുണ്ട്. നാവ് മാത്രമല്ല, മറ്റെല്ലാ അവയവങ്ങളിലൂടെയും എല്ലാ അവയവങ്ങളെയും സംസ്കരിച്ച് അവന്റെ ഹൃദയം പോലും സംസ്കരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾ, അതിന്റെ സ്വഭാവം നന്നായിട്ടുണ്ട്, എല്ലാവർക്കും അവനെപ്പറ്റി നന്മ മാത്രമേ പറയാനുള്ളൂ. അതോടുകൂടി പടച്ച റബ്ബുമായിട്ട് ഏറ്റവും അടുത്ത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനുമാണ്. അങ്ങനെയാണെങ്കിൽ അവന് സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശത്തല്ല, സ്വർഗത്തിന്റെ മധ്യത്തിലുമല്ല, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ VIP ഏരിയയിൽ തന്നെ അവന് സുന്ദരമായ ഒരു വീട് നൽകാം എന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതുവരെ നാം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സൽ സ്വഭാവത്തിന് ഇസ്ലാം നൽകുന്ന മഹത്തായ സ്ഥാനത്തെ കുറിച്ചാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ദുസ്വഭാവത്തിന്റെ ചെറിയ ഒരു അടയാളം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തി സൽ സ്വഭാവത്തിന്റെ ഉടമകളാവാൻ നാം ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തിരുന്നതും അതല്ലേ, സൽ സ്വഭാവിയാക്കണേ പടച്ചോനെ, എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ തമ്പുരാനെ. പ്രകൃതിയും എനിക്ക് തന്നിട്ടുണ്ട്, നല്ല കണ്ണുകളും എല്ലാം ഭംഗിയാക്കി തന്നതുപോലെ അള്ളാഹുവേ എന്റെ സ്വഭാവത്തെയും നീ നന്നാക്കി തരേണമേ എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബിയുടെ സ്വഭാവമോ വിശുദ്ധ ഖുർആനാണ് എന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. ആ വിശുദ്ധ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും സ്വഭാവം നന്നാക്കേണമേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാമും അതിന് പ്രവർത്തിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം. ഒരിക്കലും പ്രാർത്ഥനയില്ലാത്തൊരു പ്രവർത്തനം അല്ല വിശുദ്ധ ഇസ്ലാം നമ്മിൽ നിന്ന് കാക്ഷിക്കുന്നത്, മറിച്ച് പ്രവർത്തിക്കണം. അതോടുകൂടെ തന്നെ ആ പ്രവർത്തനം കൊണ്ട് മാത്രമായില്ല, ആ പ്രവർത്തനം അല്ലാഹു ഖബൂൽ ചെയ്ത് അതിന്റെ ഫലനം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. അപ്പോഴാണ് അത് ഫലപ്രദമാവുക എന്നുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സൽ സ്വഭാവികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പൊന്നുമക്കളെ സൽ സ്വഭാവത്തിന്റെ വാക്താക്കളാക്കുമാറാവട്ടെ. നല്ല രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കൽ ഖൈറാകുമ്പോൾ
മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ഈ സദസ്സില് നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശവും പടച്ച റബ്ബ് സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മാന്യ സഹോദരൻ MP കടുങ്ങല്ലൂരിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് മൈക്കിൽ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പം പിന്നെ ഫോണിൽ മൊബൈലിലൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും മൈക്കിൽ വരാത്തത് എന്ന് അറിയിച്ചിരുന്നു ഇന്നലെ. ഏതായാലും ശരി, മഹാനവറുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ ഇനിയും സേവന രംഗത്തേക്ക് ഇറങ്ങി വന്ന് നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉമ്മാക്ക് സുഖമില്ലാതെ നമ്മുടെ ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ള ആളുകൾ നമ്മളോട് ദുആ ചെയ്തതാണല്ലോ. അതുപോലെയുള്ള ആളുകൾ, നമ്മുടെ ഉമ്മാക്ക് സുഖമില്ലാത്തവരുണ്ട്, ഉപ്പാക്ക് സുഖമില്ലാത്തവരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അവരുടെയൊക്കെ കുടുംബത്തിൽ ആർക്കൊക്കെയാണോ സുഖമില്ലാത്തത്, അസുഖം എന്നുള്ളത് അള്ളാഹു കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെയാണ് രോഗം കൊടുക്കുന്നവന്, അത് ശിഫയാക്കുന്നവനും അള്ളാഹു തന്നെയാണ്. റഹ്മാനായ രാജസയ്യിദായ ഷാഫിയായ കാഫിയായ തമ്പുരാനെ, പച്ചവെള്ളം കൊണ്ട് രോഗം സുഖപ്പെടുത്തുന്ന അള്ളാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഭാര്യ മക്കളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും നീ പൂർണ്ണ ആരോഗ്യം തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ക്യാൻസർ പോലോത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അത്തരം രോഗങ്ങളുടെ വൈറസുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് അത് നശിപ്പിക്കണേ തമ്പുരാനെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബർ നീ സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ മക്കളെ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന, ഞങ്ങളെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ തമ്പുരാനെ. പഠിക്കുന്ന മക്കൾക്ക് നന്നായി പഠിക്കാനുള്ള ബുദ്ധിയും വിവേകവും തന്റെ ഇടവും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളുടെ വളർച്ച കണ്ട് ഉയർച്ച കണ്ട് സന്തോഷിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അവരഭിമുഖീകരിക്കുന്ന പരീക്ഷകളിലൊക്കെ അഭിമാനകരമായ വിജയം കൊടുത്ത് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഈ ക്ലാസ് റൂമിന് നേതൃത്വം നൽകുന്ന ഇതിന്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, അവരുടെ കച്ചവടങ്ങളിലും ജോലികളിലും അവരേർപ്പെടുന്ന എല്ലാ കാര്യത്തിലും നീ റഹ്മത്തും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഇത് റേഡിയോ വഴി കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. സദാസമയവും ഈ ഇൽമ് വിതരുന്ന ഈ വിജ്ഞാനത്തിന്റെ വേദിയായ ക്ലാസ് റൂമിന്റെ സജീവ സാന്നിധ്യങ്ങളായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ജോലികളിലും കച്ചവടത്തിലും കുടുംബത്തിലും കുട്ടികളിലും ഭാര്യമാരിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അതുപോലെ ജോലി ആവശ്യമായി ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് ടെസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെയും അതൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരൊക്കെയും അതിൽ നിന്ന് അതൊക്കെ ജയിച്ച് നല്ല നിലക്ക് ജോലി ചെയ്ത് അവരുടെ കുടുംബത്തെയും ഈ പരിശുദ്ധമായ ദീനിനെയും ഒക്കെ സംരക്ഷിക്കുന്ന, പോറ്റുന്ന, അതിനൊക്കെ സഹായം ചെയ്യുന്ന രീതിയിൽ അവരെ നീ ഉയർത്തണേ തമ്പുരാനെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, എല്ലാ നിലക്കും ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഈ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഒക്കെ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഇൽമിൽ, ഞങ്ങൾ കേൾക്കുന്നതിൽ പറയുന്നതിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ,
ഞങ്ങൾ ഈ സദസ്സിൽ നിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ചർച്ച ചെയ്യുന്ന ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ്. നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്, നിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇപ്രകാരം നാളെ സ്വർഗീയ രാജ്യത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെയും മാതാപിതാക്കളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവിടുത്തെ ഷഫാഅത്തിൽ പെടുത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അവിടുത്തെ തിരു കൈകളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, അവിടുത്തെ സദസ്സിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ പവിത്രമായ മുഖം കണ്ട് സന്തോഷിക്കാനും സായുജ്യമടയാനും അവിടുത്തെ പരിഭാവനമായ കൈയൊന്ന് പിടിച്ചു ചുംബിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് തരണേ തമ്പുരാനെ.